ഹലോ നമസ്കാരം. ഇത് എൻ്റെ ചാനലിലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. എൻ്റെ പേരാണ് അപർണ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്കോർപ്പിയോയ്ക്ക് വേണ്ടിയിട്ട് നെക്സ്റ്റ് 6 monthsലെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ജൂലൈ ടു ഡിസംബർ വരെ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയാണ് മേജർ എനർജീസ് നമ്മൾക്ക് നോക്കാം. ഇത് കരിയർ ആൻഡ് റിലേഷൻഷിപ്പ് രണ്ടുമാണ്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും ചിലപ്പോൾ എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ എപ്പോഴെങ്കിലും ഞാൻ ഈ ഒരു വീഡിയോ എന്തെങ്കിലും വീഡിയോ അപ്ലോഡ് ചെയ്താൽ നിങ്ങളത് മിസ് ഔട്ട് ചെയ്യില്ല. എന്നുവെച്ചാൽ യൂട്യൂബ് നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ അയക്കും. അപ്പോൾ സ്കോർപ്പിയോ നിങ്ങളുടെ നെക്സ്റ്റ് 6 months എങ്ങനെയാണ് ഉണ്ടാവാൻ പോണത്? മജിഷ്യൻ ഒരു കുറേ പവർഫുൾ എനർജിയാണ് നിങ്ങളുടെ നെക്സ്റ്റ് 6 monthsൽ. ഇത് മാനിഫെസ്റ്റേഷൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ എനർജി കുറേ ഒരു പവർഫുൾ എനർജിയാണ്. നിങ്ങൾക്ക് എന്താ വേണ്ടത് വെച്ചാൽ അത് മാനിഫെസ്റ്റ് ചെയ്യാം. നിങ്ങൾ കുറേ കേപ്പബിൾ ആണ്. നിങ്ങളുടെ അടുത്തെല്ലാം ആ സ്കിൽസ് ഉണ്ട്. നിങ്ങൾക്ക് വേണ്ടപ്പെട്ട സ്കിൽസ് ഒക്കെ ഉണ്ട്, ടൂൾസ് ഉണ്ട്, എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആണ്. യൂണിവേഴ്സ് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഡ്രീംസ് ആൻഡ് ഗോൾസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതൊക്കെ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാം ഈസിലി. ആൻഡ് ആ മാനിഫെസ്റ്റേഷൻസ് ട്രൂ ആവും നെക്സ്റ്റ് 6 monthsൽ നിങ്ങൾ അതിൽ എഫേർട്ട് ഇട്ടു വെച്ചാൽ. സെൻറ്റർ കാർഡ് ഇവിടെ ഡെവിൽ ആണ്. അപ്പോൾ ഡെവിൽ കാപ്രിക്കോൺ എനർജിയാണ്. പക്ഷെ ഡെവിൽ ഒരു ടോക്സിക് എനർജി കൂടിയാണ്. ഇപ്പോൾ ഇതിൻ്റെ എന്താണ് മീനിങ് എക്സാക്ട്ലി എന്ന്, ഏത് കാര്യത്തിലാണ് ഈ ടോക്സിസിറ്റി എന്ന് നമ്മൾക്ക് നോക്കാം. പക്ഷേ ജനറലി ഇത് ഒരു അഡിക്ഷൻ ആവാം, മാനിപ്പുലേഷൻ ആവാം. ഇല്ല വെച്ചാൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിരിക്കും നിങ്ങൾ ഇൻവോൾവ് ആയിട്ട് ഇരിക്കണേ. അപ്പോൾ അതും ഒരു എനർജി ഇവിടെ കാണാണ്ട് എനിക്ക് മേ ബി ഒരു റിലേഷൻഷിപ്പ്, അൺഹെൽത്തി റിലേഷൻഷിപ്പാണ് വെച്ചാൽ ഡെവിൽ കാർഡ് കാണും. ഇല്ല വെച്ചാൽ ഒരു വർക്ക് സിറ്റുവേഷൻ ശരിയല്ല വെച്ചാൽ അപ്പോൾ ഒരു ഡെവിൽ കാണും. അപ്പോൾ ഇത് നമ്മൾക്ക് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. പക്ഷെ ലാസ്റ്റ് കാർഡ് ഇവിടെ ടവർ ആണ്. ഇത് സ്കോർപ്പിയോയുടെ എനർജിയാണ്. അപ്പോൾ എന്തോ നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയ ചേഞ്ച് ഉണ്ടാവാൻ പോകുന്നുണ്ട്. ഒരു എൻഡിങ് എന്നൊരു പുതിയ ബിഗിനിങ്. ഇത് കുറച്ച് ഷോക്കിംഗ് ആവാം. എന്നുവെച്ചാൽ ഇത് സഡൻ ചേഞ്ച് ആണ്. അഗൈൻ ഇത് ഏത് ഏരിയ ഓഫ് ലൈഫിലാണെന്ന് നമ്മൾക്ക് നോക്കാം. ഈ മജിഷ്യൻ എന്താണ് ഇവിടെ സ്കോർപ്പിയോ? 4 of Pentacles, Ten of Wands, Knight of Wands, Five of Pentacles. അപ്പോൾ ഫിനാൻഷ്യലി ഇവിടെ 2 മെസ്സേജസ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഫിനാൻഷ്യലി നിങ്ങൾക്ക് എന്തെങ്കിലും മാനിഫെസ്റ്റ് ചെയ്യണം വെച്ചാൽ ഈ 6 months നല്ല സമയമാണ് മാനിഫെസ്റ്റ് ചെയ്യാൻ. ഇതിൻ്റെ മുമ്പും എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഫിനാൻസസ് കുറച്ചൊരു ഷോർട്ടായിരുന്നു. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മേ ബി ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടായിട്ടല്ല, പക്ഷേ കുറേ നിങ്ങളൊരു സേവിങ് മോഡിലായിരുന്നു. അത്ര ഓപ്പൺലി നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല. പക്ഷേ അത് ഇപ്പോൾ ആ ബാഗേജ്, ആ ബേർഡൻ ഇപ്പോൾ എൻഡ് ചെയ്യാൻ പോകുന്നുണ്ട്. ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടാച്ചാലും ആ സമയം ഇപ്പോൾ കഴിഞ്ഞു. ഇപ്പോൾ ഒരു പുതിയ ബിഗിനിങ് വരാൻ പോകുന്നുണ്ട്. പക്ഷെ അതിന് നിങ്ങൾക്ക് എഫേർട്ട് ഇടേണ്ടി വരും. ഞാൻ കുറേ ട്രാവൽ കാണുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ ഇതൊരു ലവ് റൊമാൻറ്റിക് സിറ്റുവേഷൻ ആണ് വെച്ചാൽ ഇവിടെ ഒരു ഫയർ സൈൻ കാണാണ്ട്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ കുറേ ഇൻ ആൻഡ് ഔട്ട് ആണ്. ഒരു കമ്മിറ്റ്മെൻറ്റ് ഇല്ലാത്ത ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ നിങ്ങളുടെ എനർജി ഈ പേഴ്സൻ്റെ അടുത്ത് നിന്ന് വിഡ്രോ ചെയ്തിരുന്നു. ഓറൽസ് ഈ പേഴ്സൺ സഡൻലി നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഡിസപ്പിയർ ആയി. ഇല്ലച്ചാൽ അവരെ കുറേ ഇൻകൺസിസ്റ്റൻ്റ് ആവാൻ തുടങ്ങിയിരുന്നു. ആ എനർജി ഇപ്പോൾ ഇവിടെ എൻഡ് ആവാൻ പോകുന്നുണ്ട്. ആ ഒരു ചാപ്റ്റർ ഇവിടെ ക്ലോസ് ഔട്ട് ആവാൻ പോകുന്നുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ ടയേർഡ് ആയിരിക്കണം. ഈ പേഴ്സൻ്റെ ഇൻകൺസിസ്റ്റന്റ് ബിഹേവിയർ കണ്ടിട്ട് നിങ്ങളും കുറച്ചൊരു ഡിസപ്പോയിൻറ്റഡ് ആണ്. ഇവിടെ ഒരു റിജക്ഷൻ്റെ എനർജിയാണ്. അപ്പോൾ മേ ബി നിങ്ങൾ ഈ പേഴ്സണെ ലെറ്റ് ഗോ ചെയ്യാനാണ് ഡിസൈഡ് ചെയ്യണത്. ഡെവിൽ ഇവിടെ എന്താണ്? 6 of Pentacles, 10 of Swords and 2 of Pentacles.
പേജ് സോഴ്സ്. അപ്പോൾ എന്തോ ഒരു ഇൻഫർമേഷൻ പുറത്തു വരുന്നുണ്ട്, എന്തോ റെവലേഷൻ ഉണ്ടാവുന്നുണ്ട്. എഗൈൻ ഇത് നിങ്ങളുടെ കരിയറിലാണ് വെച്ചാൽ മേ ബി നിങ്ങളുടെ കരിയറിൽ കുറേ എഫേർട്ട് ഇടുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ റെസിപ്രോക്കേഷൻ കിട്ടുന്നില്ല, ഒരു ബോണസ് ഇല്ല, ഇൻക്രിമെന്റ് ഇല്ല, പ്രൊമോഷൻ ഇല്ല. അപ്പോൾ ഫൈനലി നിങ്ങൾ കുറേ കുറേ ഒരു ഡിസപ്പോയിൻറ്റഡ് ആയിട്ടാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നു എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് കിട്ടും, പക്ഷെ അത് ഉണ്ടായിട്ടില്ല. അതല്ലാണ്ട് മേ ബി നിങ്ങളുടെ കലീഗ്സൊക്കെ മുമ്പോട്ട് പോയിരിക്കുന്നു, അവർക്ക് ബോണസും അവർക്ക് പ്രൊമോഷനൊക്കെ കിട്ടുന്നുണ്ട്. നിങ്ങളുടെ ഫ്രണ്ട്സ് അവർക്കെല്ലാം നല്ല ലൈഫായിട്ട് അവർക്ക് ഫിനാൻഷ്യലി നല്ല സ്ഥലത്താണ്, പക്ഷെ നിങ്ങളുടെ കാര്യം മാത്രം മുമ്പോട്ട് പോകില്ല. അപ്പോൾ ഇവിടെ ഒരു ബെട്രയലിൻ്റെ എനർജി ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു ലെറ്റ് ഡൗൺ ആയ എനർജി ഉണ്ട്. അപ്പം നിങ്ങൾ മേ ബി വേറെ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വേറെ ഒരു ജോലി സെർച്ച് ചെയ്യുന്നുണ്ടാവും, ഓറെൽസ് വേറെ എന്തെങ്കിലും സൈഡായിട്ട് എന്തെങ്കിലും തുടങ്ങണോ എന്ന് അങ്ങനത്തെ ഒരു തോട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടാവും. ഇപ്പോൾ ഇതൊരു റിലേഷൻഷിപ്പാണ് വെച്ചാൽ ഞാൻ പറഞ്ഞ മാതിരി ഈ റിലേഷൻഷിപ്പിൽ എന്തോ ഒരു ടോക്സിസിറ്റി ഉണ്ട്. നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യണത് എന്താ വെച്ചാൽ ഒരു പേഴ്സൺ ഇവിടെ വേറെ ഒരു അഫെയർ ഉണ്ട്, ഇല്ല വേറെ പേഴ്സൻ്റെ കൂടെ ഇൻവോൾവ് ആണ്. ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ കുറേ ബിട്രേഡ് ആയിട്ടാണ് ഫീൽ ചെയ്യണത്. നിങ്ങളുടെ എനർജിയും അതുകൊണ്ട് കുറേ ഇംബാലൻസ് ആയിട്ടാണ് നിങ്ങൾ ഫീൽ ചെയ്യണത്. ഈ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി ഇല്ല. അപ്പോൾ എന്തോ ഒരു ഇൻഫർമേഷൻ ന്യൂസ് അങ്ങനെ പുറത്ത് വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ടവർ ഉണ്ട് ഇവിടെ. ഈ ടവർ എനർജി ഇവിടെ എന്തുകൊണ്ടാണ് എൻഡിൽ 2 of Cups, 3 of Swords, Strength, 5 of Swords. അപ്പോൾ അഗൈൻ ഇവിടെ ഞാൻ കാണുന്നത് ഒരു ലവ് റിലേഷൻഷിപ്പ് തന്നെയാണ്. ഇവിടെ ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ട്. അപ്പോൾ ഫൈനലി നിങ്ങൾക്ക് എന്തോ ഒരു കൺഫർമേഷൻ കിട്ടുന്നുണ്ട്. നിങ്ങൾ കേട്ട റൂമർ ശരിയാണെന്ന് അങ്ങനത്തെ ഒരു കൺഫർമേഷൻ ആയിരിക്കാം. അതുകൊണ്ട് ഇവിടെ ഒരു ഹാർട്ട് ബ്രേക്ക്, ഒരു ഡിസപ്പോയിൻമെൻറ്റ്, ഒരു എൻഡിങ് ഞാൻ കാണുന്നുണ്ട്. പക്ഷേ യൂണിവേഴ്സ് നിങ്ങളോട് സ്ട്രോങ് ആയിട്ടിരിക്കാനാണ് പറയണത്. എന്ന് വെച്ചാൽ ചില റൂമേഴ്സും ഉണ്ട്. ഈ റൂമേഴ്സ് കേൾക്കുമ്പോൾ ഈസി ആയിരിക്കില്ല നിങ്ങൾക്ക്. മേ ബി നിങ്ങളുടെ പേഴ്സൺ വേറെ പേഴ്സൻ്റെ കൂടെ ഇൻവോൾവ് ആണ്, അവരുടെ കൂടെ ആണ് അവർ മുമ്പോട്ട് പോണേ, കമ്മിറ്റ് ചെയ്യണേ. അതൊക്കെ കാണുമ്പോൾ കുറച്ചൊരു വിഷമം ഉണ്ടാവാൻ വെരി നാച്ചുറൽ ആണ്. പക്ഷേ യൂണിവേഴ്സ് നിങ്ങളോട് സ്ട്രോങ് ആയിട്ട് ഇരിക്കാനാണ് പറയണത്. എന്നുവെച്ചാൽ ഇതൊരു ടെമ്പററി സിറ്റുവേഷൻ ആണ്. നിങ്ങൾക്ക് എപ്പോഴും ഈ ഹേർട്ട് നിങ്ങൾ ഫീൽ ചെയ്യില്ല. അതിൻ്റെ ഒരു സമയമുണ്ട്. ആ സമയം കഴിഞ്ഞാൽ നിങ്ങൾ ഹീൽ ചെയ്യും. ആ സമയം നിങ്ങൾ കൊടുക്കുക, പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യാം. ഇത് ജോബിൻ്റെ സിറ്റുവേഷൻ ആണ് വെച്ചാൽ ഇവിടെ ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ട്, ഒരു കമ്പനിയുടെ കൂടെ നിങ്ങളുടെ അസോസിയേഷൻ ഉണ്ട്, അത് എൻഡ് ആവാൻ പോകുന്നുണ്ട്. എന്നുവെച്ചാൽ നിങ്ങൾ അങ്ങനെ ഡിസൈഡ് ചെയ്തോണു. എന്നുവെച്ചാൽ ഇവിടെ കുറേ അൺഹെൽത്തി കോമ്പറ്റീഷൻ ഉണ്ട്. ആ വർക്ക് സിറ്റുവേഷനും ഒരു നല്ല ഹെൽത്തി വർക്ക് അറ്റ്മോസ്ഫിയർ അല്ല. കുറേ കലീഗ്സ് ഉണ്ട് നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ, നിങ്ങളുടെ സക്സസ്സിനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാരുണ്ട്. കുറേ ഓഫീസ് പോളിറ്റിക്സ് ഉണ്ട്. ബിസിനസ്സിലും നിങ്ങളുടെ പാർട്ട്ണർ മേ ബി എന്തോ ഒരു ശരിയല്ലാത്ത ഒരു എനർജിയാണ് ഞാനിവിടെ കാണുന്നത്. അപ്പോൾ അതൊക്കെ ഉണ്ടാവുമ്പോൾ നിങ്ങൾ എന്തോ എൻഡ് ചെയ്യുന്നുണ്ട് ഈ നെക്സ്റ്റ് 6 months. അപ്പോൾ മൊത്തം ഈ നെക്സ്റ്റ് 6 months ഞാൻ ഒരു എൻഡിങ് ആൻഡ് ഒരു പുതിയ ബിഗിനിങ്ങിൻ്റെ എനർജിയാണ് കാണുന്നത്. അപ്പോൾ എന്താണ് ഔട്ട്കം ഉണ്ടാവാൻ പോണേ നിങ്ങൾക്ക് ഈ 6 months ഔട്ട്കം? 6 months ഔട്ട്കം ഹെർമിറ്റ് ആണ്. അപ്പോൾ കുറേ ലെസൺസ് നിങ്ങൾ ലേൺ ചെയ്യും. ഒരു ഐസൊലേറ്റഡ് എനർജിയാണ് ഹെർമിറ്റ്, പക്ഷെ ഒരു പുതിയ ബിഗിനിങ്ങും ഉണ്ട്. പേജ് ഓഫ് പെൻറ്റിക്കിൾസ് ഒരു പുതിയ ബിഗിനിങ് ആണ്, ഒരു ന്യൂ സ്റ്റാർട്ടാണ്. കിങ് ഓഫ് കപ്പ് സ്കോർപ്പിയോ എനർജിയാണ്. നിങ്ങൾ ഇതിന് വെരി സൂൺ റിക്കവർ ചെയ്യും. അപ്പം ഞാൻ പറഞ്ഞ മാതിരി ഇതൊരു ടെമ്പററി സിറ്റുവേഷൻ ആണ്. ആൻഡ് നെക്സ്റ്റ് 6 months എല്ലാം സമയം ഇതുണ്ടാവും എന്നല്ല ഞാൻ പറയണേ, പക്ഷെ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് നിങ്ങൾക്ക് നെക്സ്റ്റ് 6 months. അപ്പോൾ ഇവിടെ ഔട്ട്കമ്മിൻ്റെ ഒരു കാർഡ് എടുക്കാം, സൺ. അപ്പോൾ ഇത് ക്ലാരിറ്റിയുടെ എനർജിയാണ്. അപ്പോൾ ഒന്നും ഹിഡൻ ആവില്ല. നെക്സ്റ്റ് 6 months എല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയി കാണാൻ പറ്റും, എല്ലാം പുറത്തു വരും. എന്തെങ്കിലും നിങ്ങളുടെ അഗൻസ്റ്റ് ആണ് വെച്ചാൽ എസ്പെഷ്യലി അത് അങ്ങനത്തെ ആൾക്കാരെ എക്സ്പോസ് ആവും. അപ്പോൾ
നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ അത് കുറച്ചുകൂടെ ഈസി ആവും. എന്ന് വെച്ചാൽ സൺ ഒരു ഹാപ്പിനെസ് ആൻഡ് അബണ്ടൻസിന്റെ എനർജിയാണ്. ആ എനർജിയിലേക്കാണ് നിങ്ങൾ പോണത്. അപ്പോൾ അറ്റ്ലീസ്റ്റ് 2024 നിങ്ങൾ എൻഡ് ചെയ്യണത് ഒരു ക്ലീൻ സ്ലേറ്റിലാണ്. നിങ്ങളിപ്പോൾ 2025 പോകുമ്പോൾ ഒരു ബ്രാൻഡ് ന്യൂ ബിഗിനിങ് കൊണ്ടാണ് പോണത്. അപ്പോൾ ഇതൊരു കുറെ പോസിറ്റീവ് എനർജി തന്നെയാണ്. എന്ന് വെച്ചാൽ ചില മാന്യൂപ്പുലേറ്റ് ചെയ്യണ ആൾക്കാർ ഇല്ല അസോസിയേഷൻസ് ഒക്കെ നിങ്ങൾ വിട്ടിട്ടാണ് ഒരു പുതിയ കൊല്ലത്തിൽ പോണത്. അത് നല്ലൊരു എനർജിയാണ് സ്കോർപിയോ. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഇവിടെ ഞാൻ സൈൻസ് കാണുന്നത് സ്കോർപിയോ ഉണ്ട്, ജെമിനായി ഉണ്ട്, കാപ്രിക്കോൺ, ലിയോ, വെർഗോ ആൻഡ് ഒരു ഫയർ സൈൻ ഉണ്ട്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്കൊരു പ്രൈവറ്റ് റീഡിങ് ബുക്ക് ചെയ്യണം വെച്ചാൽ ചെയ്യാം. പ്രൈവറ്റ് റീഡിങ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷെ അത് നിങ്ങളുടെ എനർജി കുറച്ചാണ്, അപ്പോൾ കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇമെയിൽ ചെയ്യുക. ഇല്ലച്ചാ എൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് വാട്സാപ്പ് ചാറ്റ് ഐക്കൺ ഉണ്ട്, ക്ലിക്ക് ചെയ്ത് ചാറ്റ് ചെയ്യുക എൻ്റെ കൂടെ. ആൻഡ് ഞാൻ അവിടെ കമൻറ്റ് ചെയ്ത് നിങ്ങൾക്കെല്ലാം പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന. ബട്ട് പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന. താങ്ക് യു, ടേക്ക് കെയർ.